രാത്രിയുടെ അന്ധകാരത്തിൽ ഇപ്രകാരം രണ്ടുപേർ കപടവേഷത്തിൽ നമ്മുടെ വനത്തിൽ അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്. അവർ തീർച്ചയായും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. ഈ വൈദ്യനെ നാം മുൻപ് കണ്ടിട്ടുണ്ട്. അഥവാ ഇവരെല്ലാവരും നമ്മെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മുൻപത്തെ പോലെ തന്നെ ഇവരെല്ലാവരും ചേർന്ന് നമ്മെ തടയും. പിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നത് കൂടുതൽ ദുഷ്കരമായി തീരും. ഇല്ലില്ലില്ല, ഏത് വിധേനയും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അതെ, എല്ലാവരും കേൾക്കൂ, എല്ലാവരും ക്ഷമയോടെ കേൾക്കുക. ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇവൻ ദേവദത്തനെ കണ്ടെന്ന് പറയുന്നു. എന്നാൽ ദേവദത്തൻ തിരികെ എത്തിയതിനു ശേഷം അവന്റെ നിഴൽ പോലും ആരും കണ്ടിട്ടില്ല. എന്തായാലും ഇതിന്റെ പിന്നിൽ ഒരു വലിയ ചതിയുണ്ട്. അവൻ തീർച്ചയായും എന്തോ ചെയ്തിട്ടുണ്ട്. ഹേയ്, വരൂ. കേൾക്ക, നീ നമുക്ക് വാക്ക് നൽകൂ. എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും നീ ഇവളെ കൈവിടാൻ പാടില്ല. സർവനാശം. രഘുരാജ് അവന്റെ സഹായികളുമായി ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഭവനത്തിനുള്ളിൽ രാജകുമാരിയുണ്ട്. ആ കാര്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ? അല്ല, എന്തുപറ്റി രഘുരാജ്? ഈ സമയം നിങ്ങളെല്ലാവരും ഇവിടെ എന്താണ്? എല്ലാവരും കൂടെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അജ്ഞാതനായ ഒരു വ്യക്തിയോടൊപ്പം നിന്നെ കണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അത് സത്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ആ വ്യക്തി ആരാണെന്ന് ഞങ്ങൾക്കിപ്പോൾ അറിഞ്ഞേ പറ്റൂ. നിൽക്കൂ, നിനക്കറിയാൻ ആഗ്രഹമുണ്ടല്ലേ? നിങ്ങൾ എല്ലാവരും എപ്പോഴും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ശരിയല്ലേ? വളരെ നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിയമാവലിയെപ്പറ്റി അറിവുണ്ടല്ലോ. നാം ഇവിടെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഭവനത്തിൽ കയറാമെന്നുള്ള നിന്റെ ചിന്ത അതെങ്ങനെ ഉണ്ടായി രഘുരാജ്? സത്യമാണത്. ദേവദത്തിന്റെ വാക്കുകൾ തികച്ചും സത്യമായിരുന്നല്ലോ. ഇവന്റെ അസാന്നിധ്യത്തിൽ ഈ ഭവനത്തിൽ കയറാൻ സാധിക്കുമായിരുന്നല്ലോ. ഇക്കാര്യം നാം നേരത്തെ ചിന്തിച്ചിരുന്നില്ല. തോൽവി സമ്മതിക്കാൻ നാം തയ്യാറല്ല. എന്തെങ്കിലും ഒരു ഉപായം പ്രയോഗിച്ച് ഏതു വിധേനയും ഇവിടെ നിന്നും പുറത്തു കടക്കണം. മുകളിൽ മേൽക്കൂരയുണ്ട്. അഥവാ ഇതിനു മുകളിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ സാധിച്ചാൽ അവിടെ നിന്നും രക്ഷപ്പെടുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും. വെറുതെ വിടില്ല, വെറുതെ വിടില്ല, വെറുതെ വിടില്ല, വെറുതെ വിടില്ല. നാം ആരെയും വെറുതെ വിടില്ല. രാജകുടുംബത്തിലുള്ള സകല ആളുകളെയും ഇവിടേക്ക് കൊണ്ടുവരൂ. എല്ലാവരും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. രാജകുടുംബത്തിലെ സകല വ്യക്തികളുടെയും രക്തം കൊണ്ട് തിലകം ചാർത്തി നാം ഈ ഗുഹാകവാടം തുറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഈ ഗുഹാകവാടം തുറക്കുന്നത് വരേക്കും കൊണ്ടുവരൂ. ഇവരെ എഴുന്നേൽപ്പിക്കൂ.
ആ ഔഷധച്ചെടി. അങ്ങനെ ഒന്നുമില്ല. നോക്ക് നോക്ക്, അത് നോക്ക്. ഇപ്പോൾ തന്നെ ഈ ഗുഹാ കവാടം തുറക്കുന്നതാണ്. നോക്ക്. ഇല്ല ഇല്ല, ഇങ്ങനെ സംഭവിക്കില്ല. ഇതെങ്ങനെ സംഭവമാവും? അതിദേവന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രതാപന്റെ രക്തം സ്പർശിച്ചതിലൂടെ കവാടം തുറക്കേണ്ടതാണല്ലോ. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കവാടം തുറക്കാത്തത്? അല്ലയോ അതിദേവ, അങ്ങയുടെ എന്ത് ലീലയാണിത്? എന്ത് അനർത്ഥമാണിത്? അഥവാ കവാടം തുറക്കുകയാണെങ്കിൽ ആ മഹാ അമൃതജലം ലഭിക്കുന്നതോടെ ഏറ്റവും ആദ്യം ജോഡില നമ്മുടെ ജീവൻ എടുക്കുന്നതാണ്. അല്ലയോ ആദിദേവ, നമ്മെ രക്ഷിച്ചാലും. ഇല്ല ഇല്ല ഇല്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. ഗുഹാ കവാടം തുറന്നേ പറ്റൂ. ഗുഹാ കവാടം തുറന്നേ പറ്റൂ. ഇതെന്താ നമ്മുടെ മായാശക്തികൾ പ്രയോജനപ്പെടാത്തത്? ഇതെന്താ സംഭവിച്ചത്?